നമസ്കാരം. ബ്രൈറ്റ് ബിഗിനേഴ്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിന്നുള്ള കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് എന്ന ഭാഗത്തിൽ ഉൾപ്പെടുന്നത് 2 ആർട്ടിക്കിൾസ് ആണ്. ആർട്ടിക്കിൾ 29 ആർട്ടിക്കിൾ 30. ആർട്ടിക്കിൾ 29 ഡീൽസ് വിത്ത് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്. ന്യൂനപക്ഷങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 29. ആർട്ടിക്കിൾ 29 പറയുന്നു, സ്വന്തമായി ഇതരമായ ഭാഷ, ലിപി, അവരുടേതായ സംസ്കാരം എന്നിവയോടുകൂടി ഏതെങ്കിലും ജനവിഭാഗം ഇന്ത്യയിൽ എവിടെയെങ്കിലും താമസിക്കുന്നുവെങ്കിൽ അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവ സംരക്ഷിക്കാൻ ആ വിഭാഗത്തിന് അവകാശമുണ്ട് എന്ന്. ഇനി സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതോ സ്റ്റേറ്റ് ഫണ്ടിൽ നിന്നും ഗ്രാൻസ് സ്വീകരിക്കുന്നതോ ആയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റിലീജിയൻ, റേസ്, കാസ്റ്റ്, ലാംഗ്വേജ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനും അഡ്മിഷൻ നിഷേധിക്കാൻ പാടില്ല. എന്നാൽ സുപ്രീം കോർട്ട് പറയുന്നു, ആർട്ടിക്കിൾ 29ൻ്റെ സ്കോപ്പ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് പോലെ മൈനോറിറ്റീസിന് മാത്രം റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ളതല്ല എന്ന്. ഇതിന് കാരണമായി പറയുന്നത് ഈ ആർട്ടിക്കിളിലെ, അതായത് ആർട്ടിക്കിൾ 29ലെ സെക്ഷൻസ് ഓഫ് സിറ്റിസൺസ് എന്ന പദത്തിൻ്റെ പ്രയോഗമാണ്. അതിൽ മൈനോറിറ്റീസും മെജോറിറ്റീസും ഉൾപ്പെടുന്നുണ്ട്. സുപ്രീം കോർട്ട് വീണ്ടും പറയുന്നുണ്ട്, ഭാഷയെ പരിപാലിക്കുന്നതിനുള്ള അവകാശം എന്നതിനാൽ ഭാഷയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രക്ഷോഭം നടത്തുവാനുള്ള അവകാശം കൂടി ഉൾപ്പെടുന്നുണ്ട് എന്ന്. അതിനാൽ ചില പൊളിറ്റിക്കൽ സ്പീച്ചുകളിൽ ഒരു പർട്ടിക്കുലർ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റിയുടെ ലാംഗ്വേജ് കൺസേർവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ ഒരിക്കലും റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951 പ്രകാരം കറപ്ഷനായിട്ട് നിർവചിക്കാൻ കഴിയില്ല. ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 29നെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർട്ടിക്കിൾ 30യെ കുറിച്ചാണ്. ആർട്ടിക്കിൾ 30 ഡീൽസ് വിത്ത് റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും, അതിന് റിലീജിയസ് മൈനോറിറ്റീസ് ആയാലും ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ആയാലും, അവരുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രൂപീകരിക്കുവാനും അതിനെ അഡ്മിനിസ്റ്റർ ചെയ്യുവാനുമുള്ള അവകാശമുണ്ട്. ഇൻ കേസ് ഓഫ് അക്വിസിഷൻ ഓഫ് സച്ച് പ്രോപ്പർട്ടി, സ്റ്റേറ്റ് ഇവർക്ക് ഡ്യൂ കോമ്പൻസേഷൻ നൽകണം. ഇങ്ങനെയുള്ള മൈനോറിറ്റി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കമ്പൽസറി അക്വിസിഷൻ നടത്തുമ്പോൾ ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്ന കോമ്പൻസേഷൻ എമൗണ്ട് മൈനോറിറ്റീസിന് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന അവരുടെ റൈറ്റ്സിനെ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ടോ അസാധുവാക്കിക്കൊണ്ടോ ഉള്ളതാകാൻ പാടില്ല. മൈനോറിറ്റി റൈറ്റ്സുമായി ബന്ധപ്പെട്ട് മുകളിൽ പറഞ്ഞ ഈ പ്രൊവിഷൻ ആഡ് ചെയ്തത് 1978ലെ 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പ്രകാരമാണ്. ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 30യെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിന്നുള്ള കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 29 ആൻഡ് ആർട്ടിക്കിൾ 30യെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. താങ്ക് യു.